ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്താതെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. ഇതാണോ മുഖ്യമന്ത്രി പറഞ്ഞ തിക്തഫലം? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പ്രതികരണം തരേണ്ടത് PV അൻവർ MLA തന്നെയാണ്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിരുന്നു. ഇനി മുഖ്യമന്ത്രിയുമായി മാത്രം സംസാരിക്കും, അത് കഴിഞ്ഞ് മാത്രമേ എന്തെങ്കിലും പ്രതികരണമുള്ളൂ എന്നാണ് PV അൻവർ പറഞ്ഞത്. ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഇത് സർക്കാർ ഇന്ന് നോക്കൂ, നാടകീയമായാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് പോലും. അപ്പോഴും പേരെടുത്ത് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി, പക്ഷെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്, ആരോപണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അന്ന് ആ 10 മണിക്കൂർ 11 മണിക്കൂർ പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ തിക്തഫലം, ഇതാണോ ആ തിക്തഫലം? ആര്യ, നമ്മളെല്ലാം കണ്ടതാണ് കേരള പോലീസ് അസോസിയേഷൻ്റെ, അതായത് കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ സംഘടനയാണ്. ഏതാണ്ട് 40,000-ഓളം അംഗങ്ങളുള്ള സംഘടനയാണ്. ആ താഴെത്തട്ടിലുള്ള പോലീസുകാരുടെ സംഘടനയാണ്. ആ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന വേദിയിൽ വെച്ച് ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ, അതായത് MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്ന് ആ വാചകം പൂർത്തീകരിക്കും മുമ്പേ ആ സദസ്സിൽ നിന്ന് നിർത്താതെയുണ്ടായ കരഘോഷം നമ്മൾ കേട്ടതാണ്. അപ്പോൾ എത്രത്തോളം പോലീസുകാർ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം കേരള പോലീസിലെ വലിയൊരു വിഭാഗത്തിന് ADGP MR അജിത് കുമാറിനോടുള്ള മനോഭാവം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൊണ്ട് ആരാണ് ഈ ഏറ്റവും ഒടുവിൽ നാടകീയമായൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഏതാണ്ട് വൈകിട്ട് 7:30 മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ നിന്ന് തിരികെ സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നു. അതിനുശേഷമാണ് DGP ഷേഖ് ദർവേസ് സാഹിബ് അവിടേക്ക് എത്തുന്നത്. അതിനുശേഷം കൂടിക്കാഴ്ച ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു. ആ ചർച്ചയിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് രാവിലെ മുതൽ തന്നെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് DGP ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ ADGP ആയി നിലനിർത്തിക്കൊണ്ട് മതി അന്വേഷണം എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി തന്നെ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു തീരുമാനത്തിലേക്ക്, അതായത് മാറ്റി നിർത്താതെ അജിത് കുമാറിനെ ADGP സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്താതെ അന്വേഷണം പ്രഖ്യാപിക്കാൻ അപ്പോൾ ആരുടെ താല്പര്യം, മുഖ്യമന്ത്രിക്ക് എന്ത് താല്പര്യമെന്ന് അവിടെയാണ് നമ്മൾക്ക് സ്വാഭാവികമായും സംശയം തോന്നുന്നത്.